മണ്ണാർക്കാട് തെങ്കര മേലാമുറി തത്തേങ്ങലം മേഖലകളിൽ കാട്ടാനകളുടെ ആക്രമണത്തിൽ പരിക്കേറ്റവർക്കും കൃഷി നശിച്ചവർക്കും നഷ്ടപരിഹാരം കിട്ടിയില്ലെന്ന ആക്ഷേപം. കർഷകർ പരാതിയുമായി രംഗത്ത്. മയിലാമ്പാടം, കുരുത്തിച്ചാൽ, തത്തേങ്ങലം, തെങ്കര മേഖലകളിൽ രാത്രികാലങ്ങളിലായിരുന്നു കൃഷിക്ക് നേരെ കാട്ടാനക്കൂട്ടങ്ങൾ ഇറങ്ങി ആക്രമണം നടത്തിയിരുന്നത്. എന്നാൽ 6 കാട്ടാനകളുടെ പുറമെ ഒറ്റയാൻ കൂടി നാട്ടിലിറങ്ങിയതോടെ പ്രദേശത്ത് വൻ നാശനഷ്ടങ്ങൾക്ക് പുറമെ വീടിനും ആളുകൾക്ക് നേരെയും ആക്രമണം പതിവായി. തിങ്കളാഴ്ച രാവിലെ 8 മണിയോടെ തെങ്കര മേലാമുറി ജനവാസ കേന്ദ്രത്തിൽ എത്തി ഒറ്റയാൻ പരിഭ്രാന്തി സൃഷ്ടിക്കുകയും ചെയ്തു. രാവിലെ വീട്ടുമുറ്റത്ത് നിൽക്കുകയായിരുന്ന കൃഷ്ണദാസിന്റെയും ഭാര്യയുടെയും മക്കൾക്കും നേരെ ആക്രമണത്തിന് ആന മുതിരുകയും ചെയ്തു. എന്നാൽ ചിഹ്നം വിളിച്ച് പാഞ്ഞെത്തുന്ന ഒറ്റയാനെ കൃഷ്ണദാസിന്റെ ഭാര്യ സത്യഭാമ വീട്ടുമുറ്റത്തു നിന്ന് പാത്രം കഴുകുന്നതിനിടയിൽ കാണുകയും ഭർത്താവിനെയും മക്കളെയും കൈപിടിച്ച് വീടിന്റെ അകത്തേക്ക് പാഞ്ഞു കയറുകയും ചെയ്തു. പിന്തുടർന്നു വന്ന ഒറ്റയാൻ കൃഷ്ണദാസിന്റെ വീടിന്റെ അടുക്കള വരെ പാഞ്ഞെത്തുകയും അടുക്കള തല്ലിത്തകർക്കുകയും ചെയ്തു. കലിപൂണ്ട ഒറ്റയാൻ മണിക്കൂറുകളോളം വീട്ടുമുറ്റത്ത് തമ്പടിച്ചു നിന്നും സമീപത്തെ പാത്രങ്ങളും ചവിട്ടി തകർത്തു. തുടർന്ന് നാട്ടുകാരുടെ ബഹളത്തെ തുടർന്നാണ് സമീപത്തെ പറമ്പിലേക്ക് പാഞ്ഞുപോയതെന്ന് കൃഷ്ണദാസിന്റെ ഭാര്യ സത്യഭാമ MCB ന്യൂസിനോട് പറഞ്ഞു. ആനയുടെ പരാക്രമം വീണ്ടും അവിടെ ആവർത്തിക്കപ്പെട്ടു. പിന്തിരിഞ്ഞെത്തിയ ആന വീടിന്റെ ഉമ്മറത്ത് ഇരിക്കുകയായിരുന്ന ബിജുവിന്റെ നേർക്ക് പാഞ്ഞെടുക്കുകയും ഇത് കണ്ട ബിജു രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ ഒറ്റയാൻ പാഞ്ഞെടുത്ത് തുമ്പയ്ക്കൊണ്ട് അടിക്കുകയും ചെയ്തു. അടിയേറ്റ ബിജു തെറിച്ചു വീണെങ്കിലും വീണ്ടും ആന പാഞ്ഞെത്തുന്നതിന് മുമ്പായി വീടിന്റെ ഉള്ളിലേക്ക് കയറിയതിനാൽ രക്ഷപ്പെടുകയായിരുന്നു. കുറച്ചുനേരം പരിസരത്ത് ഇളക്കിമറിച്ചെങ്കിലും പിന്നീട് ആന സ്ഥലം വിട്ടു. രാത്രികാലങ്ങളിൽ മാത്രമാണ് കാട്ടാനക്കൂട്ടങ്ങളുടെ ശല്യം കൃഷിക്ക് നേരെ വധിച്ചിരുന്നത്. എന്നാൽ ഒറ്റയാന്റെ ശല്യം പകൽ സമയങ്ങളും കൃഷിക്ക് നേരെയുള്ള ആക്രമണങ്ങൾക്ക് പുറമെ വീടിനും മനുഷ്യർക്ക് നേരെയും ആക്രമണം വ്യാപകമായി. പ്രദേശവാസികൾ ഭീതിയോടെയാണ് ഇവിടെ കഴിയുന്നത്. പലതവണ തത്തേങ്ങലത്ത് കാട്ടാനക്കൂട്ടം ഇറങ്ങി കൃഷി വ്യാപകമായി നിരന്തരം നശിപ്പിച്ചെങ്കിലും ഫോറസ്റ്റ് അധികൃതർ യാതൊരു നടപടികളും സ്വീകരിച്ചിട്ടില്ലെന്നും പരാതി ഉയർന്നിട്ടുണ്ട്. കഴിഞ്ഞ 6 മാസക്കാലമായി തെങ്കര മേലാമുറി ഭാഗത്ത് കാട്ടാന കൃഷിയിടങ്ങളിൽ ഇറങ്ങുകയും ഇവിടുത്തെ കൃഷിക്കാരുടെ കൃഷികളെല്ലാം നശിപ്പിക്കുകയും ആളുകളെ ആക്രമിക്കുകയും ചെയ്തിട്ടും ഇവിടുത്തെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയും ഇവിടുത്തെ കർഷകർക്ക് പ്രയോജനപരമായ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ആനമുളിയിൽ ഒരു സ്ത്രീയെ ചവിട്ടിക്കൊന്നു. അതുപോലെ മേലാമുറിയിൽ കഴിഞ്ഞ 2 മാസം മുമ്പ് ആന ഇറങ്ങി, തത്തേങ്ങലത്ത് ആന ഇറങ്ങി ഇവിടുത്തെ കൃഷിക്കാരുടെ വാഴയടക്കമുള്ള മുഴുവൻ കൃഷികളും നശിപ്പിച്ചിട്ട് പല പ്രാവശ്യം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരോട് പരാതി പറഞ്ഞിട്ടും അവർ DFO അടക്കമുള്ള ആളുകൾ ഫെൻസിങ് ചെയ്യാമെന്നും കാട്ടാന ഇറങ്ങുന്നത് തടയാമെന്നും വാഗ്ദാനം ചെയ്തതല്ലാതെ ഇവിടുത്തെ കർഷകർക്കോ ഇവിടുത്തെ സ്ഥിരതാമസക്കാർക്കോ പ്രയോജനപരമായ ഒരു കാര്യവും ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. വനമേഖലയ്ക്ക് ചുറ്റും സൗരോർജ്ജവേലി സ്ഥാപിക്കാമെന്നും അടിയന്തര നടപടികൾക്ക് അനുമതി നൽകാമെന്ന് ആനമൂളിയിലെ ശോഭന എന്ന വീട്ടമ്മ ആനയുടെ ചവിട്ടേറ്റ് മരിച്ചതിനെ തുടർന്ന് എത്തിയ പാലക്കാട് ജില്ലാ കളക്ടർ മേരിക്കുട്ടി സ്ഥലത്തെത്തി ജനങ്ങൾക്ക് ഉറപ്പ് നൽകുകയും ചെയ്തിരുന്നതാണ്. എന്നാൽ സംഭവം കഴിഞ്ഞ മാസങ്ങൾ കഴിഞ്ഞിട്ടും യാതൊരു നടപടികളും സ്വീകരിച്ചിട്ടില്ലെന്നും പരാതി ഉയർന്നിരിക്കുകയാണ്. മനുഷ്യവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങി ജീവഹാനിയും അപകടവും പതിവായിട്ടും അധികൃതർ നടപടികൾ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ നടപടികളുമായി ജനങ്ങൾ മുൻപോട്ട് വരുമെന്നും അതിൽ കക്ഷി രാഷ്ട്രീയം നോക്കാതെ സമരവുമായി രംഗത്ത് വരുമെന്നും പ്രദേശവാസികൾ മുന്നറിയിപ്പ് നൽകി. MCB ന്യൂസ്, തെങ്കര.